ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞ ദിവസം നമ്മളെ അടപ്പായസം വെച്ച അന്ന് തൊട്ട് കാശിമോൻ പറയുകയാണ് എനിക്ക് സേമിയ പായസം വേണമെന്ന്. സേമിയ പായസം എന്നൊന്നുമല്ല കേട്ടോ പറയുന്നത്, സോമിയ പായസം എന്നാണ് പറയുന്നത്. എന്തായാലും ആ ഒരു പായസം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പം നമുക്ക് ആ ഒരു പായസം അങ്ങനെ വെക്കാം. ഇവക്കെപ്പോഴും ഈ പായസം വെപ്പേ ഉള്ളൂ എന്ന് ചോദിച്ചാലേ പിള്ളേരെന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എന്തായാലും പായസത്തിലേക്ക് കിടക്കാം. പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുള്ള ദിവസങ്ങളിൽ മാത്രമായിരിക്കും നമ്മൾ പായസം വെക്കുക. ഉദാഹരണത്തിന് ഓണത്തിനോ അല്ലെങ്കിൽ ഉത്സവത്തിനോ വിഷുവിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള ദിവസങ്ങളായിരിക്കും ഈ പായസം വെപ്പും കാര്യങ്ങളൊന്നും. ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എന്ത് കഴിക്കണമെന്ന് എപ്പോൾ തോന്നുന്നോ അന്നേരം അങ്ങ് പായസം വെക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആഘോഷങ്ങളും പരിപാടികളും ഒന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയങ്ങളിൽ നമ്മൾ അതൊക്കെ ഉണ്ടാക്കി കഴിക്കില്ല. അപ്പോൾ ഇപ്പോൾ പഴയതുപോലൊന്നും പായസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തൊന്നും ആരും നിൽക്കുന്നില്ലെന്നേ. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കടയിലോട്ട് ചെന്നാൽ മതി, നമുക്ക് കിട്ടും. അത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയും കഴിച്ചാൽ മതി. അപ്പം പായസം വെപ്പും കാര്യങ്ങളും ഞങ്ങളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇനിയിപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പായസം ഉണ്ടാക്കി കുടിച്ചിട്ട് നാളെ കാണാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.